പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധനേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന, നമ്മുടെ കഷ്ടതകൾ കാണുന്ന നല്ലൊരു കർത്താവ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനാധാരമായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, ആശയങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. യഹോവയായ ദൈവം അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തീരുമാനമെടുക്കുകയാണ്. അവർ കാലാകാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയും ഞെരുക്കവും സങ്കടങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് തെളിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 430 വർഷമായിട്ട് മിസ്രൈമിൻ്റെ അടിമത്തത്തിനകത്ത് അലഞ്ഞു നിൽക്കുന്ന ഇസ്രായേൽ ജനം, അവർ ഒരു രക്ഷയ്ക്കു വേണ്ടി, ഒരു വീണ്ടെടുപ്പിനു വേണ്ടി, ഒരു പുറപ്പാടിനു വേണ്ടി വളരെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഓരോ നേരം വെളുക്കുമ്പോഴും അവർ കാണുന്ന കാഴ്ച, കേൾക്കുന്ന നിലവിളി മറ്റൊന്നുമല്ല, അതേ ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള പീഡനവും സങ്കടങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മേൽക്കുമേൽ അവരുടെ മേൽ ശത്രു ജയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. എന്നും കഷ്ടതയിൽ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും സങ്കടങ്ങളിൽ തന്നെ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ കഷ്ടതകൾക്കും അറുതി വരുത്തി ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇറങ്ങി വരുവാനിടയായിത്തീരും. അതേ, ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടത, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടം ആരും കാണുന്നില്ലേ, ആരും അറിയുന്നില്ലേ എന്ന് വേവലാതിപ്പെട്ട് ഓരോരുത്തരും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതേ കാലങ്ങൾക്ക് മുൻപേ ജനിച്ച 80 വർഷത്തിന് മുമ്പ് ജനിച്ച മോശയെ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് ദൈവം അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ മോശയ്ക്ക് നിയോഗം കൊടുത്ത് ദൈവം അയക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്തു. അതിൻ്റെ തൊട്ടു മുന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 6-ാമത്തെ വേദഭാഗത്തിൽ അത് കാണാൻ കഴിയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. എന്നാൽ യഹോവ അരുളി ചെയ്യുകയാണ്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതേ, എന്നും സങ്കടത്തിനകത്ത് തുടരാൻ അവൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നിലവിളിയും നമ്മുടെ കഷ്ടതയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല കർത്താവ് ചില അപ്പോയിൻമെൻറ്റുകൾ ഈ പ്രാരംഭ സമയങ്ങളിൽ, ഈ 2025 പ്രാരംഭ സമയങ്ങളിൽ തന്നെ നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ആരാ വേവലാതിക്കകത്തിരുന്ന് കരയുന്നത്, വേദനയ്ക്കകത്തിരുന്ന് കരയുന്നത്? ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ ഈ രോഗത്തിനകത്ത് അവസാനിക്കുകയുള്ളോ, ഞാൻ ഈ കഷ്ടതയ്ക്കകത്ത് അവസാനിക്കത്തേയുള്ളോ, ഞാൻ ഈ കടക്കണിക്കകത്ത് തീരത്തേയുള്ളോ എന്ന് നാമൊക്കെ ചോദിക്കാറുള്ളവരാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ ആലോചന കൈമാറുകയാണ്. അതേ, ആമേസ്തോത്രം, നിങ്ങളുടെ നിലവിളിയും ആമേസ്തോത്രം ഞെരുക്കവും കാണുന്നൊരു ദൈവമുണ്ട്. അതേ, ഇതുവരെ അനുഭവിച്ച ഞെരുക്കങ്ങൾ, ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾ, അതിനെ വഴിമാറ്റിവിട്ട് ദൈവത്തിൻ്റെ വിടുതലുകൾ ചലിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും. കഷ്ടതയിൽ തുടരാൻ അനുവദിക്കാത്ത ദൈവത്തിൻ്റെ കരം ഇസ്രായേൽ മക്കളെ ആ അടിമച്ചങ്ങലക്കകത്തുനിന്ന് മോശ മുഖാന്തരം പുറത്തു കൊണ്ടുവരുന്ന അസാധാരണമായ കാഴ്ച കാണുകയാണ്.
അതുകൊണ്ടാണ് പറയുന്നത്, അവർ ഞെരുക്കുന്ന ഞെരുക്കങ്ങൾക്കകത്ത് ദൈവം മറുപടി ചെയ്യും, മറുപടി അയക്കുവാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഞെരുക്കങ്ങൾ കാണുന്ന ദൈവം നമുക്ക് വേണ്ടി വേഗത്തിൽ മറുപടി നൽകി തന്ന് അത്ഭുതങ്ങളെ ചെയ്യും. വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സ്തോത്രമായിരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.